ഒരു സ്റ്റെപ്പ് നീ ഫ്രണ്ടിൽ വെച്ചാൽ നിന്നെ തിയേറ്റർ ഞാൻ നിറച്ചു തരാം. എടാ അത് തന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പണ്ട് ചിരിക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്ന ഈ അസംബ്ലിക്ക് ഫ്രണ്ടില് നിൽക്കേണ്ടി വരുന്ന ഒരാൾക്ക് ശരിക്കും എങ്ങനെ ഇത്ര കോൺഫിഡൻസ് വന്നെ? സാഹചര്യമാണ്. എല്ലാവർക്കും ഒരു റിയലൈസേഷൻ പോയിന്റ് ഉണ്ടല്ലോടാ, വെളിപാട്. എനിക്ക് ഈ ഇടയ്ക്കാ വന്നത്. പ്രീ റിലീസ് ഇവന്റിന് സ്പീച്ച് എങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ ഒരാൾ ക്ലാപ്പ് അടിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? ഹൈ കിട്ടൂലേ? തെലുങ്ക് വരാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എടുത്ത് അടിച്ച്, ഇംഗ്ലീഷ് വരാത്തതുകൊണ്ട് തെലുങ്ക് എടുത്ത് അടിച്ച്. ഇംഗ്ലീഷ് സംസാരിച്ചു, ഞാൻ പറഞ്ഞതിൽ ഗ്രാമർ മിസ്റ്റേക്ക് കാണും, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറോ അല്ലെങ്കിൽ പ്രൊഫസറൊന്നും അല്ല. തെറ്റ് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാ. പോടാ അന്ത ആണ്ടവനെ നമ്മ പക്കം ഇരിക്കാം സാർ. മമ്മൂക്ക അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവൻ ഒരു റൗണ്ട് ഓടും കേട്ടോ. അന്ന് ഭയങ്കര ഹൈ ആയിരുന്നു ഞാൻ. അതിനുശേഷം ഒരു പടം ഒക്കെ ഇങ്ങനെ വന്നു, എന്നെ അതിൽ നിന്ന് മാറ്റി. അപ്പം അത് കാരണം എൻ്റെ ഒരു വർഷം മാറി. ഒരു ടൈമിൽ സ്ക്രിപ്റ്റേ വരുന്നുണ്ടായിരുന്നില്ല. പണ്ടൊട്ടേ രജനി സർ ഫാനാണ്. ഒരു രജനി ഫാൻ ബോയ് സംഭവം. എൻ്റെ 100cc പ്ലഷറിൽ ഞാൻ പുള്ളിയുടെ കാറ് വരെ ചേസ് ചെയ്ത്. ഓരോ ഗേറ്റ് ഇങ്ങനെ തുറന്നു തരിക എൻ്റെ ഫ്രണ്ടില്. നടക്കും ദൂരെ നോക്കിയപ്പോൾ തലവർ ഇരിക്കുന്നു. ഫോട്ടോ എടുത്ത് ഓഗസ്റ്റ് 14 കൂലി 14 ഫോട്ടോ റിലീസ് ചെയ്യും. എനിക്ക് അത് തിയേറ്റർ ആയിരുന്നു. ഞാൻ കൂലിയുടെ സെറ്റായിരുന്നു എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. അവിടെ അനിരുദ്ധിന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല ഒരു BGM ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടായിരുന്നു. തലവർ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് വരുന്ന ബ്രോ, അത് സ്ക്രീൻ തെറിക്കും. പോയിന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഷൂട്ടും പടത്തിലൊരു മാസ് സീനുമായിരുന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നമ്മൾ പ്രീ റിലീസ് ഇവന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. എന്നാൽ തെലുങ്കിൽ ഒരു മലയാളി പോയിട്ട് അഭിനയിക്കുക, അവിടുത്തെ പ്രീ റിലീസ് ഇവൻറ്റിന് പോയിട്ടൊരു സ്പീച്ച് പറയുക, അത് എല്ലാവരിലേക്ക് എത്തുക, അത് ഇൻഡസ്ട്രി മുഴുവൻ ചർച്ചയാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നിസ്സാരമല്ല. സോ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം വെങ്കിടേഷ്, ഓൾസോ നോൺ ആസ് വെങ്കി. താങ്ക് യു. ഈ ശരിക്കും പറഞ്ഞാലേ ഈ കോൺഫിഡൻസ് വേണമല്ലോ. ഇപ്പൊ വെങ്കി എന്ന് പറഞ്ഞ ഒരാള് ഇൻ ടു മെനി തിങ്സ്. ഇപ്പൊ ഒരു ഓൺടർപ്രണർ ആണ്, ആക്ടറാണ്, ആങ്കർ ആണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ചിരിക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്ന ഈ അസംബ്ലിക്ക് ഫ്രണ്ടില് നിൽക്കേണ്ടി വരുന്ന ഒരാൾക്ക് ശരിക്കും എങ്ങനെ ഇത്ര കോൺഫിഡൻസ് വന്ന ഇവഞ്ച്വലി ലൈഫിൽ? സാഹചര്യമാണ്. നമ്മള് അതിനുശേഷം വരുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. എല്ലാവർക്കും ഒരു റിയലൈസേഷൻ പോയിന്റ് ഉണ്ടല്ലോടാ, വെളിപാട്. എനിക്ക് ഈ ഇടയ്ക്കാ വന്നത്. അതെ, അതിങ്ങനെ സാഹചര്യം കൊണ്ട് ഇങ്ങനെ അങ്ങ് കേറി വന്നതാ. അപ്പം സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ശരി എന്നുള്ളത് ബ്രോ, നമ്മള് എങ്ങനെ ഇരുന്നാലും ഏത് ലുക്കിലാണെങ്കിലും ഏത് വസ്ത്രത്തിലാണെങ്കിലും നമുക്ക് നമ്മളുടെ മുകളിലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം അത് നമുക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. മുമ്പൊന്നും നമുക്കിത് മനസ്സിലായിട്ടുമില്ല, അതിൻ്റെ ഒരു ധൈര്യമോ അതിൻ്റെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ ചിലപ്പോൾ പ്രായം കുറച്ചിങ്ങ് മാറുമ്പോഴായിരിക്കാം. ലൈക്ക് ഇവൻ ഫഹദ് ക, അദ്ദേഹം ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാമറയുടെ മുമ്പിൽ കള്ളത്തരം കാണിക്കരുത്, ജെനുവിനായിരുന്ന ഇല്ലെങ്കിൽ ഇത് പൊക്കും, കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ കള്ളത്തരം കാണിച്ച് നമ്മളിപ്പോ ഒന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നെന്ന് വിചാരിച്ചോ, പിടിക്കപ്പെടും, ഉറപ്പായിട്ടും പിടിക്കപ്പെടും. അപ്പം അതാണ് ലൈക്ക് നമ്മൾ ജെനുവിനായിട്ടിരിക്കുക അതിന്റെ ഫ്രണ്ടില് എന്നുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്റ്റേജില് നമ്മൾ കയറിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും കിട്ടുക. അവിടുത്തെ ഓഡിയൻസിന്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഒരാൾ ക്ലാപ്പ് അടിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? ഹൈജായിരിക്കൂലേ? ഹൈ കിട്ടൂലേ? അപ്പൊ അത് തന്നെയാണത്. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പോലും നമ്മളൊരു കാര്യം പറഞ്ഞൊപ്പിച്ച സാധനം പൊക്കും ഉറപ്പായിട്ട്. ഇവ എന്താണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് അഭിനയമാണെന്നുള്ള കാര്യം പൊക്കും. ഇതെല്ലാം റിയലൈസേഷൻ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു വെളിപാടുകൾ പെട്ടെന്നുണ്ടായത്. ഈ പണ്ട് മോണാക്ട് ഒക്കെ ചെയ്യുമ്പോൾ കൈയ്യടി കിട്ടായിരുന്നു? ഇല്ല, പണ്ട് ഫാൻസി ഡ്രസ്സിന് ഉണ്ടായിരുന്നു. ഫാൻസി ഡ്രസ്സിന് കയറിയ സമയത്ത് സ്റ്റേജ് തുറക്കുമ്പോ എന്തായാലും കൈയടിക്കുമല്ലോ. നമ്മള് ശിവന്റെ ഗെറ്റപ്പും കായകുളം കൊച്ചുണ്ണിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ സ്റ്റേജ് തുറക്കുമ്പോ ഒരു കൈയടി, സ്റ്റേജ് അടയ്ക്കുമ്പോ ഒരു കൈയടി, അത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ മിമിക്രി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട്. ചുമ്മാ ഈ ചെറുതിലെ ഓരോന്നും കാണിച്ച് പൊട്ടത്തരമൊക്കെ കാണിച്ച് അവസാനം എന്തോ ഒരു വൃത്തികേട് പറഞ്ഞതിന് കൈയടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വൃത്തികേട് പ്രൈസ് ഒന്നും കിട്ടൂല, കാരണം മണ്ടത്തരവാ കാണിക്കുന്നത് കോപ്രായങ്ങളൊക്കെ. പക്ഷെ കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സ്റ്റേജ് ഒന്നും കേറിയിട്ടില്ല. സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തി ആയിരുന്നു. നായികനെ സത്യം പറഞ്ഞ ഒന്ന് ഹെൽപ്പ് ചെയ്തത് ബേസിക്കലി.
കിങ്ഡത്തിലേക്ക് വരുമ്പോഴേ ചില സിനിമകൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുമല്ലോ, മുന്നോട്ട് എന്താന്ന് അറിയാത്തൊരു സ്റ്റേജിൽ നിന്ന് ഓക്കെ ഇനി ഒന്ന് ജസ്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ ഇനി തീരുമാനിച്ചു, നമ്മൾ ഇത് തന്നെയാ. കിങ്ഡം ശരിക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. എല്ലാ സിനിമയും എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ ആ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ റോളാ, എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ സ്റ്റാൻഡപ്പ് ചെയ്തപ്പോൾ ഈ പടം ഹിറ്റാവും, ഞാൻ സ്റ്റാർ ആവും, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഇത് കിട്ടും, ഞാൻ അവാർഡുകൾ മേടിക്കും, ഇതൊക്കെയാണ് ആഗ്രഹം. നടന്നിട്ടില്ല. പ്രീസ്റ്റിൽ നടന്നിട്ടില്ല, സ്റ്റാൻഡപ്പ് കൊക്കോയിലോ വേദയിലോ നടന്നിട്ടില്ല. റിബലില് കുറച്ച് നമ്മുടെ പെർഫോമൻസ് കുഴപ്പമില്ല, ഇവൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, വെട്രിമാരൻ സാറിനെ എനിക്ക് കാണാൻ പറ്റി, അങ്ങനത്തെ കുറെ നല്ല നല്ല മൊമെന്റുകൾ ഉണ്ടായിരുന്നു. കമ്മിങ് ബാക്ക് ടു കിങ്ഡം, ഇത് അൾട്ടിമേറ്റ്ലി ബ്രോ ഗൗതം തിന്നുന്ന ഒരു പട, ജേഴ്സി എന്ന് പറഞ്ഞ അടുത്ത ഡയറക്ടറിന്റെ പട. എനിക്ക് ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഗൗതം സാറ് എങ്ങനെയാണ് പെർഫോമൻസ്, കാരണം ഇത്രയും ഒരു ഡയറക്ടറുടെ കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ പോയപ്പോൾ പോലും ഗൗതം സാറിനെ സെലക്ട് ചെയ്തു. അപ്പം ഗൗതം സാറിന്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ് നമുക്കറിയാം, പെർഫോമൻസ് എങ്ങനെയാണ് പുള്ളി എടുക്കുന്നത്. അപ്പം അതൊക്കെ വെക്കുമ്പോഴത്തേക്കും ഓക്കെ എന്റെ പെർഫോമൻസ് എന്തായാലും നല്ലതായിരിക്കൂടാ, ചിലപ്പോൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ കുറ്റം പറയാത്ത രീതിയിൽ കുഴപ്പമില്ലാതെങ്കിൽ എൻ്റെത് വരും, തീരെ മോശമാവാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാ സിനിമയിലും എനിക്ക് പ്രതീക്ഷയുണ്ട്, ഈ സിനിമ ഇറങ്ങും, ഹിറ്റാവും, ഞാൻ സ്റ്റാർ ആവും. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ എനിക്ക് നല്ല റെസ്പോൺസ്, ഭയങ്കര കിടിലൻ റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഇതിന്റെ ഇടയിലാണല്ലോ ഓൺട്രപ്രണർ ആയത്. അപ്പൊ അതെന്തായിരുന്നു ശരിക്കും? എടാ അതങ്ങനെ ഒരു ബിസിനസ് മാൻ ആവണമെന്നോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും തുടങ്ങിയതല്ല. വെറുതെ നമ്മൾ പയ്യന്മാരെല്ലാരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇഡ്ഡലി കട തുടങ്ങാന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാ. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കടയിരുന്ന് സംസാരിക്കും, ആൾക്കാർ വരുന്ന അവരുടെ അടുത്ത് സംസാരിക്കും. പക്ഷെ രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമുള്ള പരിപാടിയാണ് അത്. ഇഡ്ഡലി കൊടുക്കുന്നു, ആൾക്കാർ വരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയടിക്കുന്നു. ആ ഒരു 2.5 മണിക്കൂർ പോണതറിയില്ല. ഇപ്പൊ അതൊരു സ്ട്രെസ് റിലീഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെയാണ്. ബിസിനസിനെക്കാളും കുറച്ചുകൂടെ സെൽഫായിട്ട് ഭയങ്കര നമ്മൾ കുറച്ച് റിലാക്സ്ഡാ. നമ്മുടെ ചിന്തകളിൽ നെഗറ്റിവിറ്റി ഇല്ല, നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും ആലോചിച്ചിരിക്കില്ല. ആ സമയത്ത് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ജോളി അടിച്ച് കളി അടിച്ചിരിക്കും. പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിലോട്ട് നമ്മൾ വരുന്നത്. പിന്നെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വൈബ് പരിപാടിയാ. ഒരു കട, ഒരു ഇഡ്ഡലി കട, ഒരു വൈബ് കട. അതെ. ഈ തെലുങ്ക് ഇത്ര നന്നായിട്ട് എങ്ങനെയാ? ഞാനൊരു 5 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം, 5-6 കൊല്ലം മുന്നേ, ഒരു 6 കൊല്ലം ആവും മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ പടമായിരുന്നു, പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല, അന്ന് ഷെൽഡ് ആയിപ്പോയി. അപ്പം അതിൽ എനിക്ക് കുറച്ച് ഡയലോഗൊക്കെ എഴുതി കാണാതെ പഠിച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് വാക്കുകൾ എനിക്കറിയായിരുന്നു. പിന്നെ കിങ്ഡം ഇപ്പോൾ 1 വർഷമായി നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് തന്നെ. കഴിഞ്ഞ മെയ് 9-ലാണ് എൻ്റെ അറിവിൽ ഷൂട്ട് തുടങ്ങിയത്. അപ്പം സ്ഥിരമായിട്ട് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് ബേസിക് തെലുങ്ക് അറിയാം. ഇപ്പൊ ആരെങ്കിലും അപ്പുറത്തുനിന്ന് തെലുങ്ക് സംസാരിച്ച് എനിക്ക് അതിന്റെ മീനിങ് ഊഹിക്കാൻ പറ്റും. എല്ലാ വാക്കുകളും എനിക്കറിയില്ല, ഏകദേശം ഒരു പരിപാടി എനിക്ക് മനസ്സിലാവും. പറയുമ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. പ്രീ റിലീസ് ഇവന്റിന്റെ സ്പീച്ച് എങ്ങനെ അപ്പൊ അത്രയും കറക്റ്റ് ആയിട്ട് ആളുകൾക്ക് കൺവേ ആവുന്ന രീതിയിൽ പറയാൻ? അത് ഏറ്റവും ബേസിക് തെലുങ്ക, ഏറ്റവും ബേസിക് അത്. ഞാൻ അതിൽ പറഞ്ഞതെല്ലാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ളത്. കാരണം എനിക്ക് വലുതറിയില്ല. എനിക്ക് തെലുങ്ക് വരാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷും എടുത്ത് അടിച്ച്, ഇംഗ്ലീഷ് വരാത്തതുകൊണ്ട് തെലുങ്ക് എടുത്ത് അടിച്ച്. എനിക്ക് ഇങ്ങനെ വായിലിങ്ങനെ മലയാളം അത് അനിരുദ്ധ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചപ്പോ തമിഴ് പറഞ്ഞേ. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാം ബേസിക്കാ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള സംഭവം അറിഞ്ഞുകൂടാ. ഓൾസോ ഈ പ്രീ റിലീസ് ആണെങ്കിൽ പോലും ആദ്യത്തെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് വന്നതാണ്, ഈ സാധനം എൻ്റെ ഉണ്ടായിരുന്നു, ഇതാണ് ഈ തെലുങ്ക് വേർഡ് എൻ്റെ ഉണ്ടായിരുന്നു. ബാക്കി സംഭവിച്ചത് അവിടുത്തെ ഓഡിയൻസിന്റെ റിയാക്ഷൻ അനുസരിച്ചാണ് അവിടെ. കാരണം 1.5 മിനിറ്റ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്ക് പോണം, അടുത്ത ആൾക്കാർ വരണം, ഇതിനൊരു ടൈമിംഗ് ഉണ്ടല്ലോ, ചാർട്ട് ഉണ്ടല്ലോ, ആള് വരണം. അപ്പൊ 1.5 മിനിറ്റ് ആയിരുന്നു എൻ്റെ ടൈം. അപ്പൊ ഞാൻ പോയി സംസാരിച്ചപ്പോ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഈ ഒരു റിയാക്ഷൻ കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാ. ഇംഗ്ലീഷ് സംസാരിച്ചു, ഞാൻ പറഞ്ഞതിൽ ഗ്രാമർ മിസ്റ്റേക്ക് കാണും, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറോ അല്ലെങ്കിൽ പ്രൊഫഷൻ ഞാൻ ഇംഗ്ലീഷ് പ്രൊഫസർ ഒന്നും അല്ല. തെറ്റ് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാ. ഇനി എനിക്ക് എന്ത് ഗ്രാമർ മിസ്റ്റേക്ക് വന്നാലും എനിക്ക് കുഴപ്പമില്ല, അറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചു. ട്രെയിലറിൽ അന്ന് വിജയ് ദേവരന്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു മുരുകനെ കുറിച്ച്. ശരിക്കും അപ്പോഴേ തോന്നുന്നു ഇവിടെ പലരും അറിയണ വെങ്കി അഭിനയിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഉടൻപടത്തിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു വിജയ് ദേവരന്റെ പടം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ശരിക്കും എന്താ ഇപ്പൊ വിജയ് ദേവരന്റെ പറ്റി പറയുമ്പോ പുള്ളി ഒരു ഭയങ്കര സ്റ്റാറാണ്. ഇപ്പം നമുക്കറിയാം 10 വർഷം ഇൻഡസ്ട്രിയില് ഭയങ്കര ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എല്ലാ ഫേസും കണ്ടിട്ടുള്ള ഒരാളും കൂടിയാ.
ശരിക്കും എങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്മെന്റ് ആസ് എ പേഴ്സൺ പുള്ളി കിടിലവാടാ, ഭയങ്കര അടിപൊളിയാ. കാരണം ഞാനും എന്റെ പോസ്റ്റർ ഫസ്റ്റ് കാണുന്നത് വിജയ് സാറ് സ്റ്റോറി ഇട്ടപ്പോഴാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് കടയിൽ നിൽക്കുക, ഞാൻ കടയിൽ നിൽക്കുകയാണ്, അളിയാ വന്നളിയാ പോസ്റ്റർ വന്നളിയാ എന്നുള്ള നോക്കടാ, എന്റെ പോസ്റ്റർ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിയപ്പോ വിജയ് സാറ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഒരു മെൻഷൻ, വിജയ് സാറ് ബ്ലൂ ടിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ പുള്ളി എന്റെ സ്റ്റോറി എന്നെ പറ്റിയിട്ട് കുറെ വാക്കുകളൊക്കെ എഴുതി. അതിനുശേഷം കുറെ ആർട്ടിക്കിൾ പരിപാടി വന്ന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞടാ നീ ഇതിൽ മെയിൻ പരിപാടിയാണോ, വലിയ പരിപാടിയാണോ എന്നുള്ളത് കുറച്ച് ആൾക്കാരും കൂടി അറിഞ്ഞത് വിജയ് സാർ ആ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ്. വിജയ് സാറിന് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടില്ലെങ്കിലും വിജയ് സാറിനെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ ഹി ഡിഡ് ദാറ്റ്. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ് ആസ് എ പേഴ്സൺ. ആക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി ചെയ്തു വെച്ച അർജുൻ റെഡ്ഡി ആയാലും ഗീതാ ഗോവിന്ദം ആണെങ്കിലും നമുക്ക് അറിയാം ബേസിക്കലി എന്താണ് പുള്ളി എന്നുള്ളത്. പക്ഷെ ആസ് എ പേഴ്സൺ ഇതുപോലത്തുള്ള ചില ഗസ്റ്ററിൽ നിന്ന് എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഒരു കോ ആക്ടറിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരു ഈഗോ ഇല്ലാതെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ള ഒരു സംഭവം. ഈ പ്രോപ്പറായിട്ട് കോമ്പിനേഷൻ സീനുകൾ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ആസ് എൻ ആക്ടർ, ശരിക്കും എങ്ങനെ രണ്ടുപേരുടെ ഇക്വേഷൻസ് നിങ്ങൾ രണ്ടുപേരും? എനിക്ക് അങ്ങനെ ആലോചിക്കാനൊന്നും പറ്റിയില്ലടാ. കാരണം ഞാൻ ഡയലോഗ് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈവൻ ഷോട്ടിന് മുമ്പ് പോലും ഡയലോഗ് ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ പറഞ്ഞ് കട്ട് പറഞ്ഞാലും ഇനിയും ഷോ വരുമല്ലോ, അപ്പം ഡയലോഗ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മൈൻഡിൽ ഒന്നും പോകുന്നില്ല. ഡയലോഗ് മോഡുലേഷൻ, ഡയലോഗ് റെൻഡർ ചെയ്യുന്ന വിധം, ഓരോ വാക്കിന്റെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ, ഇത് മാത്രമാണ് എൻ്റെ മൈൻഡിൽ. ഫസ്റ്റ് എനിക്ക് ഡയലോഗ് കിട്ടുന്ന സീൻ തന്നെ വിജയ് സാറ്, സത്യ സാറ്, ബാബുരാജേട്ടൻ കിടങ്ങുന്ന ഫുൾ ടീമിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കാണാൻ വന്ന കാർട്ടൽ മീറ്റിംഗ്, അതാണ് എന്റെ ഫസ്റ്റ് ഡയലോഗ് സീൻ. ഓക്കെ, അപ്പം അതിൽ എനിക്ക് ഇങ്ങനെ ഇൻട്രോ പിന്നെയാണ് എടുക്കുന്നത്. ഇൻട്രോ പിന്നെയാണ് അത് കേരളത്തിലെടുത്തത്, കൊല്ലത്ത്, കൊല്ലം ഹാർബറിൽ. അപ്പൊ എന്റെ ഡയലോഗ് സീൻ ഇതാണ് ഫസ്റ്റ് വരുന്നത്. അപ്പം ഇത്രയും ആൾക്കാരുണ്ട്, വിജയ് സാർ അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ സംസാരിക്കണം. പക്ഷെ അതിൽ ഉള്ള എന്താ ഒരു പ്ലസ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒറ്റ ടേക്കിൽ തീർക്കണം എന്നുള്ള ബാധ്യതയൊന്നും ഞാൻ വെച്ച് പുലർത്തിയില്ലടാ. ഇപ്പൊ 2-3 ടേക്ക് എടുത്താലും എനിക്ക് എല്ലാവരും കംഫർട്ടബിളാ, ആ ടീം കംഫർട്ടബിളാ. നമ്മള് ഈ 2-3 ടേക്ക് എടുക്കുന്നത് നമ്മള് അത്രയും മോശമായതുകൊണ്ടല്ല, നമ്മൾ ഡയറക്ടറിന്റെ വിഷന്റെ അകത്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഡയറക്ടർ എന്താ ഉദ്ദേശിക്കുന്നതിലോട്ട് നമുക്ക് ആ ക്യാരക്ടറിലോട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ എത്ര ടേക്ക് ആണെങ്കിലും പടത്തിന് അത് ഗുണമല്ലേ, നമ്മുടെ പെർഫോമൻസും നന്നായാലല്ലേ ക്യാരക്ടറും വർക്കാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. പണ്ടൊക്കെ എനിക്ക് ബേസിക്കലി ഒരു ടേക്ക് കഴിയുമ്പോഴത്തേക്ക് അയ്യോ എന്നെ വഴക്ക് പറയോ, ആരെങ്കിലും വല്ലതും പറയോ. വേദയൊക്കെ ചെയ്യുമ്പോഴാണോ? വേദയിലൊരു ടേക്ക് പ്രഷർ ഉണ്ടായിരുന്നു, പ്രീസ്റ്റിൽ ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, മമ്മൂക്ക സ്റ്റാൻഡപ്പിൽ ഉണ്ടായിരുന്നു. ഒറ്റ ടേക്കിൽ എനിക്ക് തീർക്കണം എന്ന് പറഞ്ഞൊരു പ്രഷർ ഉണ്ടല്ലോ. ഈ വൺ ടേക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഓരോ ആൾക്കാർ പറയല്ലേ ഇവൻ ഒറ്റ ടേക്ക് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഞാൻ ഒറ്റ ടേക്ക് ആർട്ടിസ്റ്റ് ആണ്, അതൊരു തീരാ ബാധ്യതയാണ്, അനാവശ്യ ബാധ്യതയാണ് അത്. നമ്മൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡോടെ അല്ലല്ലോ നമ്മളൊരു ആർട്ട് ഫോമിനോട് സമീപിക്കേണ്ടത്. നമ്മൾ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡയറക്ടറിന്റെ വിഷനറിക്ക് എത്തുന്നത് വരെ നമ്മൾ അത്രയും പരിശ്രമിക്കുക. നമ്മൾ മറ്റേ ഒരു പണിയും എടുക്കാതെ അല്ലെങ്കിൽ ഡയലോഗ് മനസ്സിലാക്കാതെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ല. നമ്മൾ അത്രയും മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പൊ ഡയറക്ടറിന്റെ മൈൻഡ് സെറ്റുമായിട്ട് നമുക്ക് കണക്ട് ആവാൻ ഒരു സമയം വേണ്ടി വരും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അതിന് ഇത്ര ടേക്ക് വേണ്ടി വരും. അത് ഞാൻ റിയലൈസേഷൻ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഈ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒറ്റട്ടേക്ക് തീർക്കണം എന്നുള്ളൊരു ബാധ്യത ചിലപ്പോ ചില സാധനമൊക്കെ ഒറ്റട്ടേക്ക് വീഴൂടാ. ഓക്കെ, അതിലെന്തോ ഉണ്ട്, പക്ഷെ അതിൽ എന്ത് എക്സൈറ്റ്മെന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ ടേക്കിൽ തീർന്നു, ഓക്കെ ഡൺ ഫൈൻ. 2 ടേക്ക് തീർന്നു ഫൈൻ, 4 ടേക്ക് തീർന്നു ഫൈൻ. എന്താണെങ്കിലും അതിനൊന്നാ ഒരു ഷോട്ട് മര്യാദയ്ക്ക് നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് വരെയും ഉള്ള ഇതാണ്. ഇനിയിപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇനി മൊത്തം 50 ടേക്ക് എടുക്കുന്ന ആളാണ്. അല്ല, എൻ്റെ ഡയറക്ടറിന് എന്താണോ ആവശ്യം അത് എൻ്റെ മാക്സിമം, എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആ പ്രഷർ ഇല്ലടാ. ക്യാമറയുടെ മുമ്പേ നിൽക്കുമ്പോഴും ഇതിപ്പോ തീർക്കണം, ഇപ്പൊ ചെയ്തു തീർക്കണം, ആ പ്രഷർ എനിക്കില്ല. ഞാൻ ഫ്രീ ആയിട്ടാ ക്യാമറയുടെ മുമ്പ് ഇപ്പൊ നിൽക്കുന്നത്. ഈ നമ്മള് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേ ഈ ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ തന്നെ മേ ബി കുറച്ച് വർഷങ്ങൾ എടുക്കും എന്ന് പറയുമല്ലോ. അപ്പൊ ഇപ്പൊ സ്റ്റാൻഡപ്പും ആ സമയത്തൊന്നും ഇപ്പം എങ്ങനെയാണ് ഒരു റോള് വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പേയ്മെന്റ് പറയേണ്ടത് എങ്ങനെയാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സൈക്കിളിലേക്ക് എത്തി തുടങ്ങി ശരിക്കും? ഇപ്പൊ ഇല്ല, ആ സൈക്കിളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ ഇതിന്റെ പരിപാടി എന്നുള്ള സംഭവം കിട്ടുന്നില്ല.
ഇപ്പം എങ്ങനെയാ ഇതിന്റെ ഒരു പേയ്മെന്റ് സ്ട്രക്ചർ, അപ്പൊ അതിലോട്ടൊന്നും ചാൻസ് ചോദിക്കണ്ട. അത് ചാൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആ ചാൻസ് ചോദിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ അറിയാം. ഞാൻ അങ്ങനെ ചോദിച്ചാ വന്നത്. എനിക്ക് അതല്ല, ചാൻസ് ചോദിക്കും ഞാൻ ആരെടുത്തും. പക്ഷെ അല്ലാത്ത ഇതിന്റെ ഒരു രീതികൾ, ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഫുൾ ഞാൻ ഇരുന്ന് വായിക്കും. ആറ്റുനോറ്റൊക്കെ കിട്ടുന്നതായി സ്ക്രിപ്റ്റുകള്. അപ്പൊ ഇല്ല, കിങ്ഡത്തിന് സ്ക്രിപ്റ്റ് ഇല്ല. ഞാൻ അവസാനമായിട്ട് സ്ക്രിപ്റ്റ് വായിക്കുന്നത് റിബലിന് വായിച്ചിരുന്നു, വേദയ്ക്ക് വായിച്ചിരുന്നു. പ്രീസ്റ്റിൽ അങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും എൻ്റെ അറിവിൽ ഞാൻ വായിച്ചിട്ടില്ല, കഥ കേട്ടെന്നേ ഉള്ളൂ. കിങ്ഡത്തിൽ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല. അല്ലാതെ ഇപ്പം നമ്മളെ തേടി ഇപ്പം സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ ബ്രോ. അപ്പം ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്ന് പഠിക്കുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അറിയാവുന്ന പലരെയും വിളിച്ച് സംസാരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പരിപാടി നമുക്ക് കിട്ടണമല്ലോ ബ്രോ. ഇതാണ് അതാണെന്നുള്ള സംഭവം കിട്ടിയാൽ നമ്മൾ ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. അതെ, ഈ ശരിക്കും പറഞ്ഞപ്പോ മലയാളത്തിൽ ശരിക്കും പറഞ്ഞ ഇപ്പൊ മമ്മൂക്ക അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവൻ ഒരു റൗണ്ട് ഓടും കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഭയങ്കര അത് വൈറലായിരുന്നു ആ സംഭവം. പിന്നെ ശരിക്കും മലയാളത്തിൽ പിന്നെ എങ്ങനെയായിരുന്നു ചാൻസും ചോദിക്കലും പരിപാടിയൊക്കെ? പിന്നെ അങ്ങനെ വന്നിട്ടില്ലേ സിനിമകൾ? സിനിമ വന്നിട്ടുണ്ട് ബ്രോ. ചാൻസ് ഞാൻ ആരെ കണ്ടാലും ഞാൻ ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എൻ്റെ അടുത്ത് പറയണം. ഇപ്പൊ മമ്മൂക്ക അത് പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണ്. അത് മമ്മൂക്ക അത് എനിക്കത് അന്ന് ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ ഇപ്പൊ ഞാൻ എന്ത് ഹൈ ആണോ ആ ഹൈ ആണ് അന്ന്. അപ്പം അതിനുശേഷം ഒരു പടം ഒക്കെ ഇങ്ങനെ വന്നു, എന്നെ അതിൽ നിന്ന് മാറ്റി. അപ്പം അത് കാരണം എൻ്റെ ഒരു വർഷം മാറി. വേറെ പടം ഞാൻ എടുത്തില്ല. ഓക്കെ, എൻ്റെ ഒരു വർഷം മാറി. ആ പടം ഇറങ്ങിയോ? ആ പടം ഇറങ്ങി. ഹിറ്റായോ? ഇല്ല, എന്റെ അറിവിലില്ല, എനിക്ക് അറിഞ്ഞൂടാ ഇനി എന്താണെന്നുള്ളത്. കാരണം ഞാൻ ആ പടം അങ്ങനെ കണ്ടിട്ടില്ല. വെറുതെ അങ്ങനെ ഒരു വിഷമം നമ്മൾ ഏറ്റു വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് അവരെ തെറ്റുമല്ല. അപ്പം അത് ചെയ്ത് അതിനുശേഷം പ്രീസ്റ്റ് വന്നു. അപ്പൊ ഈ പ്രീസ്റ്റ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ ആ അവസരം എനിക്ക് മുതലാക്കായിരുന്നടാ. എന്റെ മമ്മൂക്കയല്ലേ അപ്പുറത്തിരിക്കുന്ന, ടെൻഷൻ വരൂലേ. ഒബ്വിയസ്ലി നമ്മളെ അത്രയും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വലിവുണ്ടല്ലോ, നമ്മളിങ്ങനെ വല്ലാണ്ട് നമുക്കും മറ്റു നല്ല രീതിയിൽ നമ്മൾ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ആ സമയത്ത് ഇല്ലായിരുന്നു. ടെൻഷനും പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇടഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ പടം വിജയിച്ചെന്ന് വരില്ല, പക്ഷെ നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോടാ. ഓക്കെ, എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത്, അത് വർക്കായില്ല, അതെനിക്കൊരു പഠനമാണ്, ഇത് വർക്കായില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇനി എന്തെങ്കിലും വരുമ്പോൾ നമ്മളത് നോക്കണം. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതിയോ എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റാതെ തോന്നുന്ന രീതിയോ ഞാൻ എടുത്തിട്ടില്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഇങ്ങനെ ഓരോ ഗ്യാപ്പുകളും പരിപാടിയും ഒക്കെ വന്ന്. പിന്നെ ഒരു ടൈമിൽ സ്ക്രിപ്റ്റേ വരുന്നില്ലായിരുന്നു. ആ സമയത്ത് ഓഡീഷന് ഞാൻ പോയിട്ടുണ്ട് ചില സിനിമകളുടെ. ഉഗ്രം പടം, അത് ഉഗ്രം ക്യാരക്ടറായിരുന്നു. പക്ഷെ ലക്കിലി അൺലക്കി ആയിരുന്നു, അത് അവസാനം നിമിഷം പോയി. അങ്ങനെയാണ് ഞാൻ ഉടൻ പണത്തിലേക്ക് പോകുന്നത് ആങ്കറായിട്ട്. അതെങ്ങനെ ശരിക്കും ആങ്കർ ആവാൻ ആഗ്രഹം? ഇല്ല, ആഗ്രഹമില്ലായിരുന്നു. അപ്പം ഒരു പോയിന്റിൽ ഞാനിങ്ങനെ ഞങ്ങളുടെ നായികന്റെ മീനാക്ഷിയോട്, അതായത് വേദ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോ, വേദ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിബൽ അന്ന് ഷൂട്ട് കഴിഞ്ഞു, എടി അടുത്ത വേറെ പരിപാടികളൊന്നും ഇല്ല, സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒന്ന്. അപ്പം അവളിങ്ങനെ പറഞ്ഞടാ, ഇങ്ങനെ എബിച്ചേട്ടനെ വിളിച്ചു നോക്കും, നമ്മുടെ നായകൻ പ്രൊഡ്യൂസർ എബിച്ചേട്ടനെ. അങ്ങനെ എബിച്ചേട്ടനെ വിളിച്ചപ്പം എബിച്ചേട്ടന് റിബലിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് 6 മാസം മുന്നേ ഞാൻ വിളിക്കുന്നത്. പക്ഷെ എബിച്ചേട്ടൻ ഓർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ വാ. എനിക്ക് അറിഞ്ഞൂടെ ആങ്കറിങ് എന്താന്ന്. എബിച്ചേട്ടൻ എനിക്ക് ബേസിക്സ് തൊട്ട് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് എറണാകുളത്ത് മീറ്റിങ്ങിന് ഓരോന്ന് അറ്റൻഡ് ചെയ്ത് എബിച്ചേട്ടൻ പറഞ്ഞു തന്ന്. അങ്ങനെയാണ് ഞാൻ ആങ്കറിങ് ചെയ്യുന്നത്. ആങ്കറിങ് ചെയ്തതും ഞാൻ ഒരു നമ്മുടെ ഒന്ന് വെൽ സെറ്റിൽഡ് ആവണം എന്നുള്ളതല്ല, എനിക്ക് ഇപ്പോഴും ആങ്കറിങ് ചെയ്യായിരുന്നു. പക്ഷെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആങ്കറിങ് ചെയ്യുന്നതിന്റെ എന്ത് ഒന്ന്. എന്റെ ഉദ്ദേശം എന്തായിരുന്നു പറയുമ്പോ, ഇപ്പൊ നമ്മളെ പല റീൽസുകളിലും വരും ആങ്കറിങ് ചെയ്യുമ്പോൾ. ഒബ്വിയസ്ലി ഉടൻ പടത്തിന്റെ പല റീൽസുകളും യൂട്യൂബിലൊക്കെ ചിലപ്പം വരും. ഇത് ഏതെങ്കിലും ഒരു ഡയറക്ടർ കാണും, ഏതെങ്കിലും ഒരു റൈറ്റർ കാണും. ചിലപ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റ് എനിക്ക് വന്നുകൂടെ, വരില്ലേ? അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് എടാ നിന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല കഥ വല്ലതും ഉണ്ടോ, അങ്ങനെ ചോദിക്കോ. അതിന് ഞാൻ 6 മാസം വെച്ചത്. ഉടൻ പണം എന്ന് പറഞ്ഞ ഒരു 6 മാസം എൻ്റെ അതിനുള്ള പരിശ്രമമായിരുന്നു. ഇന്ന് വരുന്നു. പക്ഷെ അതിന്റെ പേരിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, പല വീടുകളിലും എൻ്റെ മുഖം കുറച്ചും കൂടെ പരിചിതമായി.
അതുകൊണ്ട് എനിക്ക് ഉടൻപണം കൊണ്ട് എനിക്ക് യാതൊരുവിധ നെഗറ്റീവ്സും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കാണിച്ചത് കണ്ടിട്ട് ഇവൻ കൊള്ളൂല എന്ന ആദ്യം ചില അഭിപ്രായങ്ങൾ വന്നെങ്കിലും പിന്നെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് എനിക്ക് ഉടൻപണം കേറുമ്പം എനിക്ക് റിബൽ റിലീസായി വരുന്നു. ഉടൻപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിങ്ഡത്തിന്റെ കോൾ വരുന്നത്. അപ്പം എനിക്ക് അവര് റെബല് കണ്ടിട്ടാണോ വിളിക്കണേ? ആണെന്ന് തോന്നുന്നു. റിബലിന്റെ എന്തോ ട്രെയിലർ കണ്ടിട്ടോ അതോ എന്റെ ഫോട്ടോ എവിടെയോ കണ്ടിട്ടോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഉടൻപണം ആണെങ്കിൽ പോലും ഇത് അവസരം മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് എനിക്ക് മാറ്റി. റിബൽ എനിക്ക് കിങ്ഡത്തിന്റെ ഡേറ്റിനെ ബാധിക്കാത്ത രീതിയിൽ ഉടൻപണത്തിന്റെ ഡേറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടാണ് അവർ ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്താണ്. ഞാൻ അടിപൊളിയായിരുന്നു. കാരണം കിങ്ഡം ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, ഉടൻപണം ചെയ്യുന്നു. പിന്നെ ഉടൻപണം ഓഗസ്റ്റോടെ തീർന്നു. അപ്പം ഒരു സമയത്ത് ഫുൾ ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ അടുത്തടുത്ത പരിപാടികൾ. വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം അതിപ്പോ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. ലൈക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു സെറ്റപ്പ്, ഒരു അടിപൊളി പരിപാടി, AC ഒക്കെ ഉള്ള ഒരു അപ്പം അതിന്റെ സ്വപ്നം ദൈവം സഹായിച്ച് അത് ഇങ്ങനെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. അതെല്ലാം ഇതിന്റെ ഓരോ എന്നെ കൊണ്ടുപോയതാ. എടപ്പോ അതെടുത്തോ നമുക്കൊരു ഇൻസ്റ്റിങ് ഫീലിംഗ് കിട്ടൂലേ. നമ്മൾ ചിലപ്പോൾ ആ പടം ചെയ്യുമ്പം അയ്യോ ഞാൻ ഇത് വർക്കായില്ലടാ, എന്റെ തീരുമാനം തെറ്റിയോ അല്ല. എനിക്കിപ്പം എൻ്റെ പല സിനിമകളും പോയി ഇപ്പം സ്റ്റാൻഡപ്പ് എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് പ്രശ്നമായതാ. അപ്പൊ അത് കാരണം എനിക്ക് പ്രീസ്റ്റ് കിട്ടി, കൊക്കോ കിട്ടി. ഇപ്പം വേദ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, അത് അധികം ആൾക്കാരിലേക്ക് അത് എത്തിയില്ല. പക്ഷെ വേദയുടെ ട്രെയിലർ കണ്ട് എന്നെ റിബലിൽ വിളിച്ചു. മനസ്സിലായി? അപ്പം ഞാനിത് എടുത്തതിന്റെ പേരിൽ എനിക്ക് ഒരു സിനിമയും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല. ഓരോ സിനിമ എനിക്ക് നല്ലതേ തന്നിട്ടുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലൊക്കെ താരാമ്മയൊക്കെ എന്താ പറയാ? അടിപൊളിയിരിക്കുന്നു. അമ്മ സൂപ്പർ ആയിട്ടിരിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ അറിയാലോ ഞാൻ വീട്ടില് നമ്മള് എപ്പോഴും അമ്മയ്ക്ക് ഞാൻ ഒരു മമ്മൂട്ടിയാണ്. അതെ, നമ്മളൊരു സ്റ്റാർ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നതും പരിപാടിയൊക്കെ. ഇപ്പം പിന്നെ കുറച്ചു പേരൊക്കെ വീട്ടിൽ വന്നിട്ട് വെങ്കിച്ചേട്ടൻ ഉണ്ടോ എന്നാ വീടറിയാം, അവിടെ ഉള്ളവർക്ക് അറിയാം. കാരണം ഞാൻ അവിടെ പുറത്തിറങ്ങി അപ്പൊ അറിയാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പിന്നെ പടം കണ്ടപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് വില്ലനസും കൂടിപ്പോയി എന്ന് പറഞ്ഞു. ഇല്ല, അമ്മയ്ക്ക് ഞാൻ ബേസിക്കലി വില്ലൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയ്ക്ക് ഞാൻ രഘുവരനെ പോലെ ഒരു റേഞ്ച് വില്ലൻ, അദ്ദേഹത്തിനെ പോലെ ഒരു റേഞ്ച് വില്ലൻ ആവണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എടുത്തു പറഞ്ഞു, എനിക്കില്ല, ഹീറോ ആണ്, പ്രാർത്ഥിച്ചോ, എനിക്ക് ഹീറോ ആവണം, എനിക്ക് സ്റ്റാർ ആവണം. അപ്പൊ ഇപ്പൊ ആ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊട്ടേ രജനി സർ ഫാനാണ്. ഞങ്ങൾ ഫാമിലി പരമായിട്ട് കംപ്ലീറ്റ് തലൈവർ ഫാനാണ്. പണ്ട് മുതലേ ഫാനാണ്, ഭയങ്കര ഫാൻസാ. അതായത് രജനി സാറിന്റെ പടം ഇറങ്ങുമ്പോൾ ഞാൻ സ്കൂളിൽ പോകില്ല. ഓക്കെ ഇരുന്നു. ഞാൻ സ്കൂളിൽ പോയാലും ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടില്. കാരണം ഞാൻ എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് പാസ്സാവുമെന്ന് അവർക്കറിയാം. ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ശിവാജിയൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാനും അച്ഛനും TV കണ്ടോണ്ടിരിക്കുക. അന്നാണ് രജനീകാന്തിനെ ഫസ്റ്റ് കാണുന്നത് നമ്മള്, സിനിമ അല്ലാതെ. കാണുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് അംബാസഡർ കാർ വരുന്നു, ഒരു വയസ്സായ മനുഷ്യൻ പുറത്തിറങ്ങി പോകുന്നു. രജനീകാന്ത് ഇപ്പൊ വരും ഈ വൈറ്റ് അംബാസഡർ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സായ മനുഷ്യൻ പുറത്തിറങ്ങി പോകുന്നു. ഞാനും അച്ഛനും ഇങ്ങനെ നോക്കി രജനീകാന്ത്, അതായത് നമ്മള് ഈ സിനിമയിലെ വിഗും അതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഈ മനുഷ്യൻ ഇതാണ് നമ്മളെ രജനീകാന്ത്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ രജനി സാറിനെ സ്ക്രീനിലൂടെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട് ഫ്രം സിനിമ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇതേ പറഞ്ഞ എന്തിനാണെങ്കിലും ഫാൻ ഷോ, സ്കൂളിൽ പോകില്ല, വീട്ടുകാർ എവിടെ എന്ത് സ്കൂളിൽ പോണില്ല, എന്ത് രജനീകാന്തിന്റെ എവിടെ പോ, അങ്ങനെ ഒരു കൾച്ചറാ. അതെ, ചിലർക്ക് ആലോചിക്കുമ്പോഴത്തേക്കും എന്ത് ഇങ്ങനെയൊക്കെ, പക്ഷെ നമുക്ക് ആ പരിപാടിയാടാ നമുക്ക്. അതെ, ഈ M.Com പഠിക്കാൻ പോയത് എന്തായിരുന്നു? അപ്പോഴും സിനിമ ഉണ്ടായിരുന്നു മനസ്സിൽ? M.Com സമയത്ത് സിനിമ ഉണ്ടായിരുന്നു. ഇപ്പൊ +1 +2 സത്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ 10ല് ടീച്ചർമാര് ഞാൻ ചോദിക്കില്ല എന്താവണമെന്നൊക്കെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞതിന്റെ പേരില് ഞാൻ അത് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവാം, എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താ, അപ്പൊ അവന്റെ കൂടെ ഇരുന്ന് പഠിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ. എനിക്കത് എന്താന്ന് പോലും അറിയില്ല. സയൻസ് എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തപ്പോൾ മനസ്സിലായി അവൻ വേറെ ഏതോ സ്കൂളിൽ പോയി, ഞാൻ വേറെ ഏതോ സ്കൂളിൽ, പണി പാളും, കഷ്ടപ്പെട്ടൊരു സ്കൂളിൽ പോയി. അവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യത്തെ ആഴ്ച ടെസ്റ്റ് പേപ്പർ. ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ ഈ സ്കൂൾ വേണ്ട, പാവൻ ഡൊണേഷനൊക്കെ അടച്ചതാ, എനിക്ക് സ്കൂൾ വേണ്ട, ഞാൻ പോണു. അവസാനം എന്നെ കൊണ്ട് മോഡൽ സ്കൂളിൽ കയറ്റി, ലാലേട്ടൻ പഠിച്ച സ്കൂള്. അവിടെ സൂപ്പറായിരുന്നു ബ്രോ. നമ്മളൊരു +1 ഒക്കെ കഴിഞ്ഞ്, സ്കൂളിനെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ കുറ്റമാണത്. +1 ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ്സൊക്കെ നമ്മളിങ്ങനെ ബങ്ക് ചെയ്ത്
സിനിമയ്ക്ക് പോയി. അന്നൊക്കെ ഈ ബെസ്റ്റ് ആക്ടർ ഇറങ്ങുന്ന സമയമാണ്, പ്രാഞ്ചിയേട്ടൻ ബെസ്റ്റ് ആക്ടർ. അപ്പം അങ്ങനെ പോയി കണ്ട് ബെസ്റ്റ് ആക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിനിമ വരാൻ പിന്നെ കുറച്ചുകൂടെ. അങ്ങനെ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ശരി ബികോം എടുക്കാം, ആരോ ബികോം എന്ന് പറഞ്ഞ് ബികോം എടുക്കുക പറഞ്ഞു. ബികോം ചെയ്തപ്പോഴാണ് സിനിമ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം വന്നതും ഓഡീഷനൊക്കെ പോയി തുടങ്ങിയതും. അതും ട്രിവാൻഡ്രത്തിനകത്ത് ഓഡീഷൻ ഉണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ, വിധി ഉണ്ടെങ്കിൽ ഞാൻ സിനിമ നടനാവും എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ബികോം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ എനിക്ക് സിനിമയിലാണ് താല്പര്യം. അപ്പോൾ പറഞ്ഞു ആ ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ MCOM കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. MCOM കംപ്ലീറ്റ് ചെയ്തു, ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു, വീട്ടിലൊന്നും പറഞ്ഞില്ല. പിന്നെ MCOM അങ്ങനെ ജോലി ചെയ്യാനുള്ള ഒരു ഇതും തോന്നിയില്ല, അപ്പൊ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നടാ. ഇപ്പം ലൈറ്റ് ബോയ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്തൊരു ഫോട്ടോഗ്രാഫർ ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, ഇല്ലില്ല, ഇത് മാത്രമേ ഉള്ളൂ ഞാൻ. എനിക്ക് അത്ര നമ്മളെ മോഡലാക്കി ഫോട്ടോ എടുക്കുക. പുള്ളിയായിരുന്നു എന്റെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫർ. പുള്ളിയായിരുന്നു എനിക്ക്. പുള്ളിയുടെ ക്യാമറയിലാണ് ഞാൻ ആദ്യം ചിരിച്ചു പഠിച്ചത്. വാ അടച്ച് ചിരിച്ചോണ്ടിരുന്ന ഞാൻ വാ തുറന്ന് അട്ടഹസിച്ച് ചിരിച്ച് ഞാൻ പുള്ളിയുടെ ക്യാമറയില്ല. പുള്ളി ഇപ്പൊ ഇല്ല ജീവനോടെ. അതെ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഈ നോട്ടീസ് പരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും സൂപ്പർ പരിപാടിയാണ്. ഫുൾ നോട്ടീസ് ഒന്നും കൊടുക്കണ്ട, എടുത്തിട്ട് വീട്ടിൽ വരാം, നമുക്ക് നല്ല പൈസയും കിട്ടും. പിന്നെ ഇതുപോലെ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഈ കോളേജിൽ പോയി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവരൊരു ടീഷർട്ടൊക്കെ തരും, അതൊക്കെ ഇട്ടിട്ട് കോളേജിൽ പോയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനത്തെ ഒരു ആപ്പാണ്, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷെ അല്ലാതെ ഒരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ലടാ. കാരണം ഇപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ടൊരു പരിപാടി ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ട് സിനിമയിലോട്ട് വരാൻ പറ്റൂല. കാരണം എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരും. മറ്റേത് ഞാൻ ഡെയിലി 10, 15, 20 പേരെടുത്ത് ഫേസ്ബുക്കിലൂടെ ചാൻസ് ചോദിക്കുമായിരുന്നു. എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ A4 ഷീറ്റിൽ. ഓരോ സിനിമ കാണുമ്പോഴും അതിൻ്റെ അസിസ്റ്റൻസ് അസോസിയേറ്റ്സിൻ്റെ പേര് എഴുതി അവർക്ക് മെസ്സേജ് എടുത്ത് ടിക്കറ്റ് ക്രോസ് ചെക്ക് ചെയ്ത്, ഇതായിരുന്നു എൻ്റെ പ്രോസസ്സ്. എനിക്കത് വർക്കായി. ആ പ്രോസസ്സിലൂടെയാണ് ഞാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ വരുന്നത്. അല്ലല്ല, ഡയറക്ടറിന് ഞാൻ അയക്കാറില്ല, കാരണം അവർ കാണൂല. അസിസ്റ്റൻസ് അസോസിയേറ്റ്സ്, ചീഫ് അസോസിയേറ്റ് അസിസ്റ്റൻസ്, ഞാൻ ഇവർക്കേ അയക്കുള്ളൂ. ഡയറക്ടർമാർക്ക് അയച്ച് ഉറപ്പായിട്ട് അവർ തിരക്കില്ല, അവർ കാണാറില്ല. അങ്ങനെയാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഒരു മെസ്സേജിലാണ് ഞാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ വരുന്നതും. അവിടെ നിന്ന് പാലക്കാട് ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്താണ് ഞാൻ ഒഡിയനിൽ പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ നായികനിൽ ഓഡീഷൻ മഴവിൽ മനോരമ ഫ്ലോറിൽ വെച്ച് അറ്റൻഡ് ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഒരു ജേണി. കൂലിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ 2 ദിവസമായിട്ട് ഫുള്ള് ചർച്ചയാണ്. വെങ്കി പറഞ്ഞ രജനീകാന്ത് മൂവ്മെന്റ് ഫീൽ ചെയ്തപ്പോ ശരിക്കും എന്തായിരുന്നു റിയൽ അത് കണ്ടപ്പോ? പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാ. എൻ്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാ. എനിക്ക് ചെന്നൈയിലൊക്കെ പോകുമ്പം ഞാൻ റിബലിന്റെ ഷൂട്ട് സമയത്ത് പുള്ളിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പറഞ്ഞ 10 മിനിറ്റിന് മുന്നേ സാറ് വാക്ക് കഴിഞ്ഞ് അകത്ത് കയറി പോയതേ ഉള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിന്റെ ഫ്രണ്ട് കാണാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരു നാളെന്നൊക്കെ ഞാൻ ഇട്ട്. ഞാൻ മനസ്സിലായി. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വേട്ടയന്റെ ഷൂട്ടിൽ പുള്ളി വന്നിരുന്നപ്പോൾ എൻ്റെ തലങ്ങും ഞാൻ ശ്രമിച്ചു. പുള്ളിയുടെ കാറ് വരെ ഞാൻ ചേസ് ചെയ്ത്. എൻ്റെ പ്ലഷറിൽ, എൻ്റെ 100cc പ്ലഷറിൽ ഞാൻ പുള്ളിയുടെ കാറ് വരെ ചേസ് ചെയ്ത്. എന്നിട്ട് എനിക്ക് അവസാന നിമിഷത്തിൽ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ ഗ്രീനിൽ വരെ വിളിച്ച് കോണ്ടാക്ട്സ് ഒപ്പിച്ച് ഞാൻ ആ സെറ്റിൽ, കാർഷിക കോളേജ് സെറ്റിൽ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി പോയപ്പോൾ പുള്ളി ഇങ്ങനെ കാറിൽ പോകണം. പുള്ളിയുടെ ഷൂട്ട് കഴിഞ്ഞ് പുള്ളി നേരെ നാഗർകോവിൽ പോവുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. അപ്പൊ എനിക്കിനി അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു കാണും. ചിലപ്പോ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന പുള്ളിയോട് അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതായിരുന്നു അനിരുദ്ധിന്റെ മ്യൂസിക് ഒന്നും ഞാൻ ഇപ്പൊ മൈൻഡിൽ വെച്ചിട്ടില്ല. ഞാൻ പുള്ളിയോട് അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കിങ്ഡത്തിൽ കയറി. കിങ്ഡത്തിൽ ഒരു AD ഉണ്ട്, അഖിൽ എന്നാണ്. അവൻ രജനി സാറിന് വേണ്ടിയിട്ട് ഒരു കോമിക് ബുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അവനൊരു അഡാർ ഫാൻ ബോയ്യാ, ഒരു രജനി ഫാൻ ബോയ് സംഭവം. അപ്പൊ ഗിരീഷ് ഏട്ടനായിരുന്നു ഫസ്റ്റ് എൻ്റെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഗിരീഷ് ഏട്ടനാണ് ഞങ്ങളെ കൂലിയിലേക്ക് വിളിക്കുന്നത്. ഇവൻ തലേ ദിവസം വിളിക്കുന്ന. അപ്പൊ ഞാൻ സെറ്റിൽ പോയി ഓരോ ഓരോ ഗേറ്റ് തുറക്കുമ്പോഴും നമ്മൾ പാസ്സായി, അടുത്തത് സ്റ്റേജ് പാസ്സായി, അടുത്ത സ്റ്റേജ് പാസ്സായി. ഇതായിരുന്നു ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളി ഈ റേഞ്ചിൽ പുള്ളി കാറിന്റെ മേളിൽ നിന്ന് കൈ കാണിച്ച് തലൈവാന്ന് വിളിച്ചപ്പോൾ ഒരു പോലീസ് ഇങ്ങനെ കമ്പിട്ട് ഇങ്ങനെ തള്ളി വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന്. അതിനുശേഷമാണ് എന്റെ ചേസ്. ഇപ്പൊ റിബൽ കഴിഞ്ഞിട്ട് ശംഖുമുഖത്ത് ഞാൻ ക്രൗഡിന്റെ ഇടയിൽ തലൈവാന്നുള്ള വിളിയും നമ്മളെ ആർക്കെങ്കിലും അറിയാമോ അല്ലെങ്കിൽ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരും തള്ളുന്നില്ല. ഞാൻ ഇങ്ങനെ നടക്കുക, ഓരോ ഗേറ്റ് ഇങ്ങനെ തുറന്നു തരിക. എൻ്റെ ഫ്രണ്ടില് നടക്കും. ദൂരെ നോക്കിയപ്പോൾ തലൈവർ ഇരിക്കുന്നു.
2 ചെയറിൽ ഉപേന്ദ്ര അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല പരിപാടിക്കിടയിൽ ആ ലുക്ക് ഇതുവരെ അതിൽ റിവീൽ ചെയ്തിട്ടില്ല ബേസിക്കലി. ആ ഫോട്ടോ എടുത്ത് ഓഗസ്റ്റ് 14 കൂലി 14 ഫോട്ടോ റിലീസ് ചെയ്യും. അതെ, കാരണം അത് പടം റിലീസ് ആവാതെ ഇടല്ലേ എന്ന് പറഞ്ഞു അവര്. കാരണം അതൊരു അന്നത്തെ ദിവസം ഞാൻ പോയതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഷൂട്ടും പടത്തിലൊരു മാസ് സീനുമായിരുന്നു അത്. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആക്ട് ചെയ്യുന്നത് ഞാൻ കണ്ട് മോണിറ്ററിന്റെ ബാക്കിലിരുന്ന്. വലിയ മോണിറ്റർ ആണല്ലോ, മോണിറ്ററിന്റെ ബാക്കിൽ ലോകേഷ് അദ്ദേഹം മറ്റേ ക്യാമറയുടെ ബാക്കിൽ അവിടെ നിൽക്കും. മോണിറ്ററിന്റെ ബാക്കിൽ അധികം ആരുമില്ല, ഗിരീഷ് ഏട്ടൻ്റെ അസോസിയേറ്റ് അദ്ദേഹം, അപ്പം സജു ഏട്ടനും അവരൊക്കെ ഉണ്ടാവുള്ളൂ. എന്നെ അവിടെ നിർത്തി, ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട് പുള്ളി പെർഫോം ചെയ്യുന്ന രീതി. പുള്ളി പെർഫോം ചെയ്ത് കട്ട് വിളിച്ചോടനെ ഞാൻ അവിടെ നിന്ന് കൈയടിക്കും. അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഒരു 900 പേരുണ്ട്, അല്ലെങ്കിൽ ഒരു 500 പേരുണ്ട്. ഇവർ കിടന്ന് കൈയടി ഓരോ ഷോട്ടിലും. ഒരു ഫാൻ സെലിബ്രേഷൻ ഇല്ലേ ബ്രോ, അത് തിയേറ്റർ അല്ല, എനിക്ക് അത് തിയേറ്റർ ആയിരുന്നു. ഞാൻ കൂലിയുടെ സെറ്റായിരുന്നു എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. അവിടെ അനിരുദ്ധിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല ഒരു BGM ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടായിരുന്നു. തലൈവർ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് വരുന്ന ബ്രോ, അത് സ്ക്രീൻ തെറിക്കും. FDFS ആ കൂലി. ഞാനും എനിക്കും എനിക്ക് ട്രെയിലർ ഭയങ്കര വർക്കാ. എന്താ പരിപാടി ട്രെയിലറിൽ അദ്ദേഹം വന്നിട്ട്. ഇപ്പൊ പല ആൾക്കാരും പല റിവ്യൂസും പറയുന്നുണ്ട് ട്രെയിലറിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ഞാൻ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലെത്തിയപ്പം വന്ന് അമ്മയെ കണ്ട് സംസാരിച്ച് പടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് അമ്മ എനിക്ക് മുട്ടായിയൊക്കെ തന്നതിന് ശേഷം അമ്മ വെയിറ്റ് ചെയ്യും, ഒരു സാധനം ഉണ്ടെന്നുകൊണ്ട് TV ഇട്ട് ഞാൻ കൂലിയാണ് കാണിച്ചു കൊടുത്തത്. എന്നുവെച്ചാ പരിപാടിയാടാ അങ്ങേര്. 74 വയസ്സ്, സ്റ്റാർഡം ഉണ്ടല്ലോ, റേഞ്ചാണത്. അപ്പൊ അയാൾ എന്തൊക്കെ ഫേസ് ചെയ്ത് കാണും. അദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ചിലർക്ക് തോന്നുമല്ലോ ഒരു സ്റ്റാർ ഇങ്ങനെ, അതായത് നമുക്കിപ്പോ 100 മീറ്റർ അപ്പുറത്ത് നിന്നാലും സ്റ്റാർ ഉണ്ട് ഫീല്. ശരിക്കും അത് റിയൽ ലൈഫിൽ ഫീൽ ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? അതായത് പുള്ളി അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഈസ് എ കോമൺ മാൻ ബ്രോ. പുള്ളി ക്യാരവാനൊന്നും അല്ല, അവിടെ ഇരിക്കുക ഷൂട്ട് ലൊക്കേഷനിൽ ഇങ്ങനെ 2 ചെയർ എപ്പോഴും ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അഭിനയിക്കാൻ പോകണമെന്ന് ഡയറക്ടറിൻ്റെ അടുത്ത് കാര്യം സംസാരിച്ചിരിക്കണം. മോണിറ്ററിലൊന്ന് കാണണം, മോണിറ്ററിൽ അണ്ണനെ കാണണം. അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങും, രോമം ഇങ്ങനെ പൊങ്ങി തുടങ്ങും. പുള്ളി ഇങ്ങനെ വന്നൊരു പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളിയുടെ ഷാർപ്പ് ലുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുമ്പോ ഇങ്ങനെ പരിപാടിയാണ് ബ്രോ. അത് അവിടെയാണ് നമുക്ക് സ്റ്റാർട്ട്. എനിക്ക് നേരിട്ട് പുള്ളി ഭയങ്കര സിമ്പിളാ. അതായത് അവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഒരു ഷൂട്ടുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിട്ട് രാത്രി ഇങ്ങനെ ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്താൽ മതിയാ, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതാണ് പുള്ളിയുടെ മോഡുലേഷനും ബോഡി ലാംഗ്വേജും. ഓക്കെ സാർ, നമുക്ക് ഓക്കെ. അപ്പോൾ ലോകേഷും വന്നിട്ട് പറഞ്ഞ് രാത്രി നമുക്ക് അദ്ദേഹവും പറഞ്ഞ് നമുക്ക് രാത്രി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്നൊരു കോള്, രജനി സാറ് വിളിക്കുന്നു. സാറ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, അത്രയും ദൂരം പോകാനുള്ളതല്ലേ. സാറ് നമുക്ക് വേണ്ടിയിട്ട് പുള്ളി ഡ്രസ്സൊക്കെ ഒന്ന് ആ ഗെറ്റപ്പ് കാണിക്കുക, ഡ്രസ്സ് കയറിയപ്പോൾ ലുങ്കി. അത് സൂപ്പർ സ്റ്റാർഡാ, ഇന്ത്യ കണ്ട ലോക സൂപ്പർ സ്റ്റാർ. അപ്പം നമ്മൾ വിചാരിക്കും ഇവ എന്ത് ഇത്ര അത്ഭുതം, സാധാരണ മനുഷ്യനാണ്. പുള്ളി ലുങ്കി കൊടുക്കും, അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ പുള്ളി എണീറ്റ് എന്നിട്ട് വാ എടുക്കാം, അവൻ മറ്റേ കോമിക് ബുക്ക് കൊടുത്തു, താങ്ക് യു കണ്ണ എന്നൊക്കെ പറഞ്ഞ് ഞാനെടുത്ത് സാർ ഭയങ്കര അമ്മയും അച്ഛനൊക്കെ ഭയങ്കര അയ്യോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തു. ബാക്കിയുള്ളൊരു ഫോട്ടോ എടുത്ത് ഞാൻ വന്നപ്പോഴത്തേക്കും ബാക്കിലൊരു ഗ്ലെയർ ലൈറ്റ് ഉണ്ടായിരുന്നു, അവർ ഓഫ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത്. പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ഉടനെ നിങ്ങളും കൂടെ വാ, നേരത്തെ എടുത്തപ്പോൾ ഗ്ലെയർ ലൈറ്റ് ഇല്ലായിരുന്നാ, ലൈറ്റ് ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടിയില്ലല്ലോ, ബാ എടു എന്ന് പറഞ്ഞ് എടുത്ത് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഞങ്ങളെ വിട്ടത്. സത്യം ഞാൻ ഫെബ്രുവരി 14 കാണുന്നത്. എൻ്റെ വാലന്റൈൻസ് ഡേ അന്ന് ഞാൻ പങ്കിട്ടത് രജനി സാറ് വേണ്ടി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വാലന്റൈൻസ് ഡേ കൂലി സെറ്റിലായിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത് 6 മണിക്ക് FDFS. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിങ്ഡം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയാ ആളുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയ വേറൊരു രീതിയിൽ ഇപ്പൊ ലോഞ്ചിൽ തന്നെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തല്ലോ. ഇപ്പൊ പലർക്കും ആ സ്റ്റേജ് എങ്ങനെ അത് ഉപയോഗിക്കേണ്ടതെന്ന് ശരിക്കും അറിയാൻ പാടില്ല. പല ആർട്ടിസ്റ്റുകളും അവിടെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് വന്ന് എല്ലാവരിലേക്കും എത്തുകയും ചെയ്തു ആ സ്പീച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഫീൽ? ആളുകളൊക്കെ ബ്രോ ആ സ്പീച്ച് എല്ലാവരുടെ അടുത്ത് എത്തിയത് എൻ്റെ ഭാഗ്യമാണ്. ഞാൻ അതാണ് പറയുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇത് പറയും, ചിലപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തണമെന്നില്ല, പക്ഷെ അന്ന് അത് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. അൾട്ടിമേറ്റ്ലി അത് ഭാഗ്യത്തിനാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു പേഴ്സണാണ്, ലക്കി ആയിട്ടുള്ളൊരു ആക്ടറാണ്. ഓക്കെ, അപ്പം തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിങ്ഡത്തിന് പോയപ്പോൾ ഫസ്റ്റ് എൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എൻ്റെ ഇൻട്രോയ്ക്ക്
എൻ്റെ സീനിന് കൈയടിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് സംഭവിച്ചു. നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരന്മാർ നമുക്ക് വേണ്ടി കൈയടിക്കും, നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു കൈയടിച്ച് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് ഞാൻ കണ്ടു, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ആ തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് മുരുകാ മുരുകാ എന്നൊക്കെ ബാക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ച് ഫോട്ടോ എടുത്തു. അപ്പം അവിടെ പോയപ്പോൾ പലരും എൻ്റെ അടുത്ത് ചേട്ടാ ഫോട്ടോ എടുത്തിട്ടാ, നിങ്ങളെ സ്പീച്ച് അടിപൊളി ചേട്ടാ, നിങ്ങൾ ജയിക്കണം, യു ഷുഡ് വിൻ ബ്രോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ പോലും പലരും എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടാ സൂപ്പർ ആയിരുന്നടാ, നിന്റെ ഹാർഡ് വർക്കാണ്. അപ്പം അവരും എന്നെ ഒരു പേഴ്സണലായിട്ട് കാണുന്നോണ്ടാണ്. ഓക്കെ, നമ്മൾ വേറൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് അല്ലാതെ എടാ നീ ജയിക്കണോടാന്ന് പറയുന്ന നല്ല മനസ്സിന്റെ ഇതാണ്, നീ അടിപൊളിയാവണോടാന്ന് പറയുന്ന നല്ല മനസ്സിന്റെ ഇത്. അപ്പം എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ്, ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാ ബ്രോ. കാരണം എനിക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അടിപൊളിയാ. നാളെ ഇതിൻ്റെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒരു ചെറിഷ് മൊമെന്റ് ആണ്. ഇതേ മൊമെന്റ് ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവും. എൻ്റെ അടുത്തടുത്ത സിനിമകൾ, ഞാൻ ഈ അടുത്തടുത്ത ഹീറോ ആയിട്ട് ചെയ്യുമ്പോഴും എല്ലാം എനിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും ഉറപ്പിക്കലും. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും പറയാം. ഈ ശരിക്കും അച്ഛനെ കുറിച്ച് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്, അച്ഛൻ വിട്ടുപോയപ്പോ അച്ഛനെ കുറിച്ച് എഴുതിയത്. ശരിക്കും അച്ഛൻ ഈ സ്പീച്ച് ഒക്കെ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴാണ് ആലോചിക്കുക? ഇല്ല, കാരണം പുള്ളി ഉണ്ട്, ശാരീരികമായിട്ട് പോയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല അത്. കാരണം ഓരോന്ന് കയറുമ്പോഴും ഞാൻ ധരിക്കുന്ന വാച്ച് എൻ്റെ അച്ഛൻ്റെയാണ്. പുള്ളി എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന വാച്ചും അത് എൻ്റെ അച്ഛൻ്റെയാണ്, എൻ്റെ അടുത്തുണ്ട്. അത് എനിക്കത് മതി. അല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല ബ്രോ. ഒരു സമയത്ത് ആലോചിച്ചിരുന്നു, അതൊരു റോങ് തോട്ടാണ്. അപ്പം ഓരോ സ്ഥലത്ത് കയറുമ്പോഴും ഇപ്പം എൻ്റെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ രജനി സാറും മമ്മൂക്കയാണ്. രജനി സാറും അത് കഴിഞ്ഞ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിക്കുന്ന പുള്ളി കണ്ടു പ്രീസ്റ്റില്. മമ്മൂക്ക എന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ചിന് പുള്ളി ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, എൻ്റെ ഫാമിലി സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ച് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ കിടന്ന് സംസാരിച്ചപ്പോഴും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അച്ഛനെ കൊണ്ട് പല സ്ഥലത്ത് പോയപ്പോഴും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയോ ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടാന്ന് ചോദിക്കുമ്പോൾ പുള്ളി അൾട്ടിമേറ്റ് ഹാപ്പിയാ. പിന്നെ നമുക്ക് ഈ സാമ്പത്തികമായിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഞാനിപ്പോ എൻ്റെ അമ്മയ്ക്ക് മൊത്തം കോൺട്രിബ്യൂഷനും മൊത്തത്തിൽ അങ്ങ് കൊടുക്കുന്നു എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇല്ല അങ്ങനത്തെ ഒരു തോന്നലൊന്നുമില്ല. അപ്കമിങ് സിനിമകളുണ്ടോ? വരുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ഒരു പരിപാടിയായിട്ട് ഞാൻ വരും ബ്രോ. തെലുങ്കും വരുന്നുണ്ട്, കൂടുതൽ തെലുങ്കാ വരുന്നത്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കോൾസ് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. സന്തോഷമുള്ള പരിപാടിയാ, കിടിലം പരിപാടി പിടിക്കണം. അത് തെലുങ്കാണെങ്കിലും മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും സിനിമ അടിപൊളി പരിപാടികൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. ഗൗതം സാറും വിഡിയും അനിരുദ്ധും എന്താ പറഞ്ഞ പോസ്റ്റ് റിലീസായിട്ട് സംസാരിച്ച? ഗൗതം, ഞാൻ പ്രീ റിലീസ് ഇവന്റിന് പോകുന്നതിന് മുന്നേ ഗൗതം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അടിപൊളിയാണ്, ഓക്കെ. ഞാൻ പറഞ്ഞു, സാർ എടാ നിന്റെ ഹാർഡ് വർക്കിന് നിനക്കുള്ളത് നിനക്ക് കിട്ടും, ഓക്കെ. ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് കൊടുത്തപ്പോഴും പറഞ്ഞ് യുവർ സൺ ഈസ് എ ഗുഡ് ആക്ടർ. ഗൗതം സാർ പറഞ്ഞു, കിടിലം മനുഷ്യനാ. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ കിടിലം ടെക്നീഷ്യനുമാണ്. അതേപോലെ അനിരുദ്ധ് സ്പീച്ചിൽ പറഞ്ഞു, ലൈക്ക് നല്ല പെർഫോമൻസ് ആണ്, എൻ്റെ പേരടക്കം എടുത്ത് അവിടുത്തെ പ്രീ റിലീസ് ഇവന്റിൽ പറഞ്ഞു. വി ഡി സാറ് സെറ്റിൽ വെച്ച് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ പടം കണ്ടു, യു കിൽഡ് മൈ ഫിലിം. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. നല്ല റെസ്പോൺസ് ആയിരുന്നു. ബാബുരാജ് ചേട്ടൻ ഉണ്ടായിരുന്നു. ബാബുരാജ് ചേട്ടന് ഞാനൊക്കെ ഫുൾ ടൈം മറ്റേ പഠിത്തവാ. ബാബുരാജ് ചേട്ടൻ പാവം ഒരു സൈഡിൽ ഇരുന്ന് പേപ്പറിൽ നോക്കി ഡയലോഗ് കാണാതെ പഠിക്കും, ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് പേപ്പർ നോക്കി കാണാം. നമ്മളെല്ലാം സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ. ബാബുരാജ് മൊത്തത്തിൽ നോക്കുമ്പോ ഒരു പുള്ളിയുടെ ഹ്യൂമർ സെൻസ് ഭയങ്കര അടിപൊളിയാണല്ലോ. ഈ ഓഫ് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ നമ്മൾ പല വേർഷനിൽ പുള്ളിനെ കാണുന്നുണ്ട്. ഓഫ് സ്ക്രീനിൽ പെട്ടെന്ന് കോമഡി പറയുന്ന ആളാണ്, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്. ശരിക്കും സീനിന്റെ ഇടയിലൊക്കെ അങ്ങനെ എടാ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഡയലോഗ് പഠിക്കണം. ഞങ്ങൾ രണ്ടുപേരും ഡയലോഗ് പഠിക്കണം. അപ്പം ബാബുരാജേട്ടൻ ഇങ്ങനെ അവരുടെ അടുത്ത് ഉള്ള ഇംഗ്ലീഷും തമിഴും ഒക്കെ കലർന്നിങ്ങനെ ബാബുരാജേട്ടൻ അടിക്കുക. പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ മലയാളിയാണോ ഇപ്പോഴാണ് ആശ്വാസമായത് എന്നുള്ള രീതിയിലാണ് പുള്ളി. തെലുങ്കൊക്കെ ഇങ്ങനെ അറിയാം. അപ്പൊ ആ റിലീസ് കഴിഞ്ഞപ്പോ എന്നെ ബാബുരാജേട്ടൻ വിളിച്ചിരുന്നത്. പുള്ളി കണ്ടു, പുള്ളിയും ഹാപ്പിയാണ്. അതെ അതെ. ഗിരീഷ് ഏട്ടൻ അറിയില്ല. ഒരു ദിവസമാണ് എന്നെ ഷൂട്ട് ചെയ്തെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഗിരീഷ് ഏട്ടൻ രജനി സാറിനെ കാണിച്ചു തന്നെ. ജോമോൻ ചേട്ടനാണ് എനിക്ക് കുറച്ച് ദിവസം കൂടെ കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്ത ജോമോൻ ചേട്ടൻ്റെ അടുത്താണ്. അപ്പം
എനിക്ക് DOP-നേക്കാൾ കൂടുതൽ എനിക്ക് പുള്ളി എൻ്റെ ഒരു ചേട്ടനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. കാരണം പുള്ളി എൻ്റെ അടുത്ത് ഈ പടത്തിൽ വെച്ച് പറഞ്ഞൊരു സാധനം ഉണ്ട്, എടാ ഒരു സ്റ്റെപ്പ് നീ ഫ്രണ്ട് വെച്ചാൽ നിന്നെ തിയേറ്ററിൽ ഞാൻ നിറച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഫ്രെയിമിൽ 70 mm നിന്നെ ഞാൻ നിറച്ചു തരാന്ന്. എടാ അത് തന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പൊ ജോമോൻ ചേട്ടന്റെ ഫ്രെയിമിൽ വരണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ജോമോൻ ചേട്ടൻ എന്റെ കടയിൽ വന്നു, ഇഡ്ഡലി കടയിൽ വന്ന് കഴിച്ച് ആസ് എ പേഴ്സൺ കിടിലമാടാ പുള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. ഭയങ്കര ഭാഗ്യം എനിക്ക് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ശരിക്കും സിനിമ മൂവിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമ ഭയങ്കര ആഗ്രഹിക്കുന്നവർക്ക് വെങ്കി എന്ന പേഴ്സണും ആക്ടറും ഭയങ്കര മോട്ടിവേഷനാണ്. അങ്ങനെയൊന്നും ഇല്ലടാ, നമുക്കൊക്കെ മോട്ടിവേഷൻ എന്താ കിടക്കണം, ജോയ് ചേട്ടനും എത്രയോ പേര് കിടക്കണം, നമുക്ക് ലാലേട്ടൻ എത്ര, നീ ഉടനെ എൻ്റെ അടുത്ത് വാ. ഇപ്പോ അത് കണ്ട എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ, ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര ബോയ് നെക്സ്റ്റ് ഡോർ സക്സീഡ് ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും ആ സക്സസ് ഉണ്ടാവട്ടെ, വലിയ വലിയ വിജയങ്ങൾ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു. ഐ ലവ് യു.